ഹായ് ഫ്രണ്ട്സ്, ഈസി ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായിട്ടുള്ള ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. അതിനു മുമ്പായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസാണ് ആദ്യമായി പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 എന്നതാണ്. സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ എന്ത് തന്നെ ആയാലും ഇവിടെ വിൽ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെർബിൻ്റെ ഒന്നാം രൂപമായിട്ടുള്ള പ്രസൻറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമ്പിളുകൾ നോക്കാം. ഐ വിൽ ഡു ഇറ്റ്. അതുപോലെ തന്നെ ഹീ വിൽ ഡ്രിങ്ക് കോഫി. ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ എന്ന അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെർബിൻ്റെ ഒന്നാം രൂപവുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 എന്നതാണ്. അതായത് നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബിൻ്റെ 1 രൂപം പ്ലസ് ING എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബിൻ്റെ ഒന്നാം രൂപം പ്ലസ് ING എന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമ്പിളുകൾ നോക്കാം. ഹി വിൽ ബി ഡ്രിങ്കിങ് കോഫി. ദേ വിൽ ബി ഡ്രിങ്കിങ് കോഫി. ഇവിടെയെല്ലാം വെർബിൻ്റെ ഒന്നാം രൂപത്തോടൊപ്പം ING എന്നും ചേർക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബിൻ്റെ ഒന്നാം രൂപത്തിനോട് ING കൂട്ടിയതും ആണ്. നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 എന്നതാണ്. ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വിൽ ഹാവ് എന്ന് യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വെർബിൻ്റെ മൂന്നാം രൂപവുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. ഹി വിൽ ഹാവ് ഡ്രങ്ക് കോഫി. ഐ വിൽ ഹാവ് ഡ്രങ്ക് കോഫി. ഇവിടെയെല്ലാം സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വിൽ ഹാവ് എന്നും പിന്നെ വെർബിൻ്റെ മൂന്നാം രൂപവുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവസാനമായി പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബിൻ്റെ ഒന്നാം രൂപം പ്ലസ് ING എന്നതാണ്. ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വിൽ ഹാവ് ബീൻ എന്ന് ചേർക്കുന്നു. അതോടൊപ്പം തന്നെ വെർബിൻ്റെ ഒന്നാം രൂപത്തിനോട് ചേർന്ന് INGയും ചേർക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളുകൾ നോക്കാം. ഹി വിൽ ഹാവ് ബീൻ ഡ്രിങ്കിങ്. ഐ വിൽ ഹാവ് ബീൻ ഡ്രിങ്കിങ്. ഇവിടെയെല്ലാം സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വിൽ ഹാവ് ബീൻ എന്നും വെർബിൻ്റെ കൂടെ INGയും ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതുപോലെയുള്ള ഇംഗ്ലീഷ് റിലേറ്റഡ് ക്ലാസ്സുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക.